അധോലോകം, അനാഥത്വം, ചതി, ഗുണ്ടാപ്പക, അവിഹിതം, തങ്കച്ചിപ്പാസം, അങ്ങനെ ക്ലീശകളുടെ കുത്തൊഴുക്കുള്ള സിനിമയാണ് മണിരത്നം ചിത്രമായ തഗ് ലൈഫ്. വലിയ പ്രതീക്ഷയോടെ ഉഗ്രൻ താരനിരയും അണിയറക്കാരുമായി വന്ന ചിത്രം പക്ഷേ കടുത്ത കമൽ മണി ആരാധകർക്ക് പോലും അത്ര ദഹിക്കണമെന്നില്ല. വീട് തേടി വരാതെ നായകൻ ബോംബെയിലായിരുന്നെങ്കിൽ തഗ് ലൈഫിൽ ഡൽഹിയിലാണ് കഥ നടക്കുന്നത്. രംഗരായ ശക്തിവേലിൻ്റെയും സദാനന്ദൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ഗ്യാങ്ങുകൾ. ഇവർ തമ്മിലുള്ള കുടിപ്പകയിൽ നിന്ന് തുടങ്ങുന്ന സിനിമ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ ക്ലീശകളാണ്. കഥയിൽ പറയത്തക്ക പുതുമകളില്ലെങ്കിലും മേക്കിങ്ങിലെ മികവ് കുറവുകളെ കുറച്ചൊക്കെ മറികടക്കാൻ സഹായിക്കുന്നു. ദളപതിയും ചക്കച്ചിന്തവാനവും കൂട്ടിയിണക്കിയ പോലൊരു തിരക്കഥയാണ് ചിത്രത്തിൻ്റേത്. കമലഹാസനും മണിരത്നവും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നതെങ്കിലും മണിരത്നം കൊണ്ടുവന്ന കഥ മാറ്റം വരുത്തി നായകൻ എലമെന്റ് കൊണ്ടുവന്നത് കമലഹാസനാണെന്നും കേൾക്കുന്നു. ഇടവേളയോടടുക്കുമ്പോൾ അജിത്തിന്റെ വിവേകം സിനിമയെയും തഗ് ലൈഫ് ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ മാസ്റ്റർ ഫിലിം മേക്കറിലൊരാളായ മണിരത്നത്തിന്റെ ഫോം നഷ്ടപ്പെടുന്നുവെന്ന് പരക്കെ വിമർശനമുണ്ടെങ്കിലും പൊന്നിയിൻ സെൽവത്തിലൂടെ അതെല്ലാം അദ്ദേഹം തിരുത്തി എഴുതിയിരുന്നു. പക്ഷേ തഗ് ലൈഫിൽ കാര്യങ്ങൾ വീണ്ടും തലകീഴായി മറിയുകയാണ്. കഥയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചുവടിടറുന്നുണ്ട്. കടൽ സിനിമയിൽ തുടങ്ങിയ ക്ലീശേ സ്റ്റോറി ടെല്ലിംഗ് ഇവിടെയും തുടരുന്നു. എന്തായാലും തഗ് ലൈഫിന്റെ വിജയം കാത്തിരുന്ന് കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം ന്യൂസ്.